ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരു 1 മന്തിന് ശേഷം ഐ അഗെയിൻ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് കളരി. അപ്പോൾ ഇതിൽ കുറേ മൂവ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി ചെയ്ത് ബോഡിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൂട്ടിയെടുക്കാനേ പറ്റുള്ളൂ. കാരണം കളരി ആയാലും വേറെ എന്ത് മൂവ്മെൻ്റ് ആയാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതിലങ്ങ് പോവും. ഇല്ലെങ്കിൽ ഒരു 1 month 2 month ബ്രേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് നല്ല ഡിഫിക്കൽട്ടി ഉണ്ടാവും ആ മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് I just started. അപ്പോൾ കാണുക. എൻ്റെ ബോഡി നല്ല രീതിയിൽ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഐ ട്രൈ ടു ഡു ഇരുത്തിക്കാൽ, ബട്ട് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ ഗ്രിപ്പ് ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഓഫ് ദ സ്മൂത്ത് സർഫസ് ആൻഡ് ദ ഡസ്റ്റ് വാസ് ദർ ബിക്കോസ് ഇറ്റ്സ് എൻ ഓൾഡ് ബിൽഡിംഗ് ആൻഡ് വി കുഡൻറ്റ് ക്ലീൻ ദാറ്റ്. ബട്ട് വെൻ ഐ സോ ദ സ്പേസ് ഐ തോട്ട് ഞാനിങ്ങനെ ഇവിടെ വന്ന് കളരിപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ബീൻ എ മന്ത് സിൻസ് ഐ പ്രാക്ടീസ് കളരിപ്പായിട്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ഐ വാസ് നോട്ട് ഏബിൾ ടു സിറ്റ്. അപ്പോൾ ഐ തോട്ട് ഐ വുഡ് റീട്രൈ അഗെയിൻ ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് ഫോം. ഞാൻ ലാസ്റ്റ് ടൈം ചെയ്ത എത്തിക്കാലിൽ ഞാൻ ഇരുന്നില്ല, കുറച്ച് ടൈറ്റ്നെസ് വരും, കുറച്ച് ഗ്യാപ്പ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. സോ ഇനി ഇരുന്നിട്ട് ചെയ്യാൻ പോകും. എനിക്ക് ചെറിയൊരു നീ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 months I was inactive in Kalaripayat practice, but teaching was happening. I was trying to do stretches. I was doing gym as well. അപ്പം ഇന്ന് തൊട്ട് I tried to restart. അപ്പോൾ ഇതെപ്പോഴും ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് കളരിപ്പയറ്റിൽ ഇരുത്തിക്കാലം എന്ന് പറയുന്നത്. ബേസിക്കലി യു സിറ്റ് ബാക്ക് വിത്ത് എൻ ആൽഫബറ്റിക് എൽ, ബോഡി അങ്ങനെ വയ്ക്കും. അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് മെയ് പയറ്റ് മൂവ്മെൻറ്റ്സ്. ഒരു പഴയ എനർജിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പോസ്റ്റേഴ്സും അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ ചെറിയൊരു ഫ്ലോലെസ്നെസ് ഫീല് ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. ദെൻ ഐ പ്രാക്ടീസ് ദാറ്റ് എഗെയിൻ. അത് വീണ്ടും ഓരോ മൂവ്മെൻറ്റ്സ്. അത് മെയ് പയറ്റ് കംപ്ലീറ്റ് ഫ്ലോ അല്ല, എനിക്ക് കറക്റ്റ് ചെയ്യണമെന്ന് തോന്നിയ ചില പോർഷൻസ് മാത്രമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു പഴയ തറവാടാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, നല്ലൊരു സ്പേസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തപ്പോൾ ഫ്ലോർ ഭയങ്കര സ്ലിപ്പറി ഉണ്ട്. റെഡ് ഓക്സൈഡും പൊടിയെല്ലാം തട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു സ്ലിപ്പ് ഫീൽ ഉണ്ടാവും. അത് എൻ്റെ പ്രാക്ടീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും ആ ഒബ്സ്റ്റക്കിളും തരണം ചെയ്തിട്ടാണ് ഇന്ന് എൻ്റെ പ്രാക്ടീസ് നടന്നത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.